ഹലോ ഗൈസ്, അപ്പം എനിക്ക് AN ക്രാഫ്റ്റ് കോർണറിൽ നിന്ന് ഞാൻ 2 റിസൈൻ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കീ ചെയിന്. അപ്പം അതിൽ ഒന്ന് ഇന്ന് വന്നിട്ടുണ്ട്. ഒരെണ്ണം എൻ്റെ ഏട്ടൻ്റെയും ഫോട്ടോ വെച്ചുള്ളതാണ് ചെയ്തത്. ഇപ്പം ഇത് എൻ്റെ സച്ചുവിൻ്റെയും വെച്ച് ചെയ്തതാണ്. അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചു തരാവേ. ഗൈസ്, ഇതിലൊരു ഫോട്ടോ ഫ്രെയിമും കൂടി ഉണ്ട്. ഇത് ഫോട്ടോ ഫ്രെയിം അല്ലേ? ഞാൻ അവളോടൊരു കീ ചെയിൻ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. പക്ഷേ ഇതിൽ ഫോട്ടോ ഫ്രെയിമും കൂടെ ഗിഫ്റ്റായിട്ട് തന്നതാണോ? എൻ്റെ സച്ചിൻ്റെ ഒരു ഫോട്ടോ ആണിത്. കീ ചെയിൻ ആണെങ്കിൽ എൻ്റെ ഏട്ടൻ്റെയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മ സച്ചുവിൻ്റെ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. അപ്പം ഞാൻ ആ കൊണ്ടത് എൻ്റെയും കൂടെ ഫോട്ടോ അങ്ങ് കയറ്റി ഞാൻ ചെയ്തതാണ്. ഓ, എൻ്റെ അമ്മയുടെ അയ്യപ്പൻ്റെയും കൂടെയുള്ള ഫോട്ടോ ഫ്രെയിമാണ്. ഓ, ഇത് പൊട്ടിക്കാനും പറ്റുന്നില്ല. വയ്യ, ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഇതാണ് കീ ചെയിൻ. ഞാൻ സച്ചും കൂടെയുള്ള സച്ചുവിൻ്റെ ചെയ്യാനാണ് അമ്മ ഓൾറെഡി പറഞ്ഞത്. പക്ഷേ ഞാനൊരു സംഭവമായതുകൊണ്ട് ഞാനത് ഇതാണ് ഞങ്ങളുടെ ഫോട്ടോ ഫ്രെയിം. ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അവൾ എന്നോട് ചോദിച്ചായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഇട്ട് തരാമോ എന്ന്. പക്ഷെ അപ്പം ഞാൻ ഈ ഫോട്ടോ ആണ് ഇട്ട് കൊടുത്തത്. ഇത് എൻ്റെ നല്ല ഫോട്ടോ ആണെന്നാണ്. പക്ഷെ ഇത് എനിക്ക് അറിഞ്ഞൂടാ, ഇതൊക്കെ അവൾ എവിടെ ഒപ്പിച്ചു പോകുന്നു. പിന്നെ അതുപോലെ എന്നോട് ചോദിച്ചായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കുന്ന ഫോട്ടോ വല്ല നല്ലതുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ കൊടുത്തില്ല കേട്ടോ, ഞാൻ കൊടുത്തില്ലായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. താങ്ക് യു. ഇതാണ് കീ ചെയിൻ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഏട്ടൻ്റെ ചെയ്തതും കൂടെ ഞാൻ കാണിച്ചു തന്നേക്കാം. അത് കോഴിക്കോട്ടോട്ട് അയച്ചിട്ടുണ്ട്. ഇത് അമ്മ പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഇതൊക്കെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് 3 അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. ഇത് ഞാൻ പ്രതീക്ഷിച്ച സാധനം, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിൽ നല്ലതായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇതേ സെയിം തന്നെ എൻ്റെ ഏട്ടൻ്റെ ഫോട്ടോ വെച്ച് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. അത് എൻ്റെ കയ്യിലില്ല. ഇത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു ഗൈസ്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാമോ. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോൾ. ഞാൻ ആകെപ്പാടെ ഞാൻ കീ ചെയിൻ മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്ത കാര്യമല്ല ഫോട്ടോ ഫ്രെയിം ആണെങ്കിലും മറ്റേ പോളറൈറ്റ്സ് ഫോട്ടോസ് ആണെങ്കിലും അങ്ങനെയല്ലേ എൻ്റെ പേര്. അതാണെങ്കിലും ഒന്നും ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്ത കാര്യമല്ല. അവളെന്നോട് പറഞ്ഞായിരുന്നു ഇതുപോലെ അമ്മയുടെ അച്ഛൻ്റെ ഒരു ഫോട്ടോ ഇട്ട് തരണേന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇട്ട് കൊടുത്തില്ലായിരുന്നു. അമ്മയും അച്ഛൻ്റെ ഞാനും കൂടെ ഉള്ളൊരു ഫോട്ടോ ഇട്ട് തരുന്നത് ഞാൻ കൊടുത്തില്ല. സംഭവം ഇൻസ്റ്റയിലും FBയിലും കിടപ്പുണ്ടായിരുന്നല്ല, ഞാൻ കൊടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ ഇട്ട് തരണേന്നാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഫോട്ടോയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ സച്ചിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തില്ലായിരുന്നു. അത് അവൾ ഇൻസ്റ്റയിൽ നിന്നോ FBയിൽ നിന്നോ എടുത്തായിരിക്കും. ഞങ്ങൾ തമ്മിൽ കമ്പനിയായിട്ട് 1 വർഷത്തിന് മുകളിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ ഇതുപോലെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമെന്നോ അല്ലെങ്കിൽ റിസൈൻ ആർട്ട് ചെയ്യുമെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഏട്ടൻ്റെ സിസ്റ്ററിൻ്റെ കൂടാണ് അവൾ പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെസ്സേജ് അയച്ച് കമ്പനിയായി 1 വർഷത്തോളം ഞങ്ങൾ നല്ലതായിട്ട് മെസ്സേജ് അയക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ആ ഒരു ടൈമിലൊക്കെ ഇവളിങ്ങനെ ചെയ്യുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ മറ്റേ കീ ചെയിൻ ചെയ്യിപ്പിച്ചത്. അപ്പം അത് ഇഷ്ടപ്പെട്ടു. അത് കണ്ടപ്പം പിന്നെ ഇത് ചെയ്യിപ്പിച്ചു. പക്ഷേ ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഷോക്കായിപ്പോൾ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല അത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം വേണ്ടവർ പോയിട്ട് അവർക്ക് ഇൻസ്റ്റയിൽ പോയി മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുകയോ എന്തായാലും ചെയ്താൽ മതി. അവർ സ്പോട്ടിൽ തന്നെ റിപ്ലൈ തരാമെന്ന് ഇരിക്കത്തില്ല. അവളും അവളുടെ ചേച്ചിയും കൂടാണ് ചെയ്യുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല സത്യമായിട്ടും. അഭിഷേക് എന്നാണ് ഞാൻ മെസ്സേജ് അയക്കുന്ന ആളുടെ പേര്. അഭിഷേക്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി സത്യം. താങ്ക് യു സോ മച്ച് AN ക്രാഫ്റ്റ് കോർണറിനോട്. താങ്ക് യു സോ മച്ച്. എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മെസ്സേജ് ഇട്ടോ, ഉറപ്പായിട്ടും അവർ റിപ്ലൈ ചെയ്യും. നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ ആയിരിക്കും. ഫോട്ടോ ഫ്രെയിം ആണെങ്കിലും ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്ത കാര്യമല്ല. എന്നിട്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഫ്രെയിം ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും കിച്ചൺ സൂപ്പർ, പറയാതിരിക്കാൻ പറ്റില്ല, സൂപ്പർ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും അവർക്ക് മെസ്സേജ് ഇട്ടോളൂ, അവർ റിപ്ലൈ തരും. അപ്പം നല്ല വർക്കാണ്. വലിയ റേറ്റും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് അവർ ചെയ്തു തരുന്നത്. ഞാൻ ഇത് അവരുടെ പ്രൊമോഷൻ വേണമെങ്കിൽ പറയാം, ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത് തന്നത് അതൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ എങ്കിൽ അവളിത് എനിക്ക് സർപ്രൈസ് ആയിപ്പോയി തന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.